ഇപ്പോൾ ഇന്ന് 10 ഏപ്രിലാണ്. ടൈം 9:15. ഫസ്റ്റിന് എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈദുൽ ഫിത്തർ. 2 ആഘോഷങ്ങളാണ് ഇസ്ലാമിലുള്ളൂ. ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഉള്ളൂ. അത് ആൾക്കാർ പിന്നെ കൂട്ടിച്ചേർക്കുന്നതിനെ ഓരോ ആഘോഷങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് ബിദ്അ എന്നാണ് പറയാറ്. അനുവദനീയമല്ലത്. അതായത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. ഈ പെരുന്നാൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ റമളാൻ മാസം നോമ്പ് നോക്കും. 30 days, 30 or 29 days. ആ ചന്ദ്രനനുസരിച്ചിട്ടാണ് ഏത് ദിവസം സ്റ്റാർട്ട് ചെയ്യണം എൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. എന്തായാലും മാക്സിമം പോകുന്ന 30 ദിവസമാണ്. അല്ല ഫുൾ മൂണാ അല്ലെങ്കിൽ അത് ഓക്കെ. പിന്നെ അതിന് ശേഷം പെരുന്നാൾ. എന്താണ് റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാസമാണ് പരിശുദ്ധ ഖുർആൻ ഹോളി ബുക്ക് ഇറങ്ങിയത്. അപ്പം പിന്നെ അടുത്തൊരു പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇത് ഈദുൽ ഫിത്തർ എന്നാണ് പറയല്. പിന്നെ ഈദുൽ അദ്ഹ വരും. ഈദുൽ അദ്ഹ അതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ബലി പെരുന്നാൾ, ബലി കൊടുക്കുന്ന. ചില ആൾക്കാർ പറയും അത് ക്രൂരത ആണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഈ സ്ലോട്ടറിങ്ങിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ ഈ ഞരമ്പിൻ്റെ അവിടെ മുറിക്കുമ്പോൾ അത് പെയിൻലെസ് ഡെത്ത് ആണ് പറയപ്പെടുന്നത്. ഞങ്ങൾ പിന്നെ തർക്കത്തിൻ്റെ വിഷയമാണെങ്കിൽ നിങ്ങളൊന്ന് ഈ ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സയൻറ്റിഫിക് റീസണൊക്കെ പറയാറുണ്ട്. അത് നോക്കിയിട്ടാണ് കട്ട് ചെയ്യുക. അല്ലാതെ വെറുതെ ഇങ്ങനെ വളച്ചിരട്ട കട്ട് ചെയ്യലല്ല ചെയ്യുന്നത്. കറക്റ്റ് ആ സ്പോട്ട് നോക്കിയിട്ട് കണ്ടെന്നാളോ കറക്റ്റ് ആ ഏതാണെന്നറിയില്ല, പക്ഷേ കണ്ടെന്നാളോ അവിടെ ഇവിടെ ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് അവിടെയാണ് കട്ട് ചെയ്യൽ. അതിനാണ് ഹലാൽ കട്ട് എന്ന് പറയൽ. പല ആൾക്കാരും ഹലാൽ കട്ട്, നാട്ടിലുള്ള ആളുകൾ ഹലാൽ കട്ടിനെ എന്തായി ചിത്രീകരിച്ചിട്ടുണ്ട്, തുപ്പി സെർവ് ചെയ്യുന്നതൊക്കെ ഉള്ള രീതിയിൽ പറയാറുണ്ട്. കണ്ട ആ വണ്ടി എടുത്തൊരു ലേഡിയാണ്. ഇക്വാലിറ്റി മറ്റേ ആര്യ എന്ന് അല്ലു അർജുൻ്റെ ഇതിലില്ലേ ഹാലൂസിനേഷൻ 1 എന്ന് പറയുന്ന പോലെ അതുപോലെയാണ് ഒന്ന് ഇക്വാലിറ്റി 1. പിന്നെ LGBTQ+, LGBTQ ഒക്കെ പ്ലസ് കടന്നിട്ട് അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അത് ഇക്വാലിറ്റി 2. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതിലല്ല, ബലിപെരുന്നാൾ. ബലിപെരുന്നാളിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ അബ്രഹാം, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഒരു മകനെ അറുക്കാൻ വേണ്ടി പറയും. അതായത് ഓരോ പരീക്ഷണങ്ങളാണ്. അപ്പോൾ സ്വന്തം കുറേ കാലത്തിന് ശേഷം ജനിച്ച മകൻ, 2 മക്കളാണ് അബ്രഹാം അല്ലെങ്കിൽ ഇബ്രാഹിം നബിക്കുള്ളത്. ഇസ്മായിൽ, ഇസ്ഹാക്ക്. ഓക്കെ. അപ്പോൾ അതിൽ ഇസ്മായിലിനെ അറക്കാൻ വേണ്ടി പറയും. പിന്നെ അതൊക്കെയാണ് പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുസരണയെ പിന്നെ അദ്ദേഹം കൽപ്പനയെ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളൊക്കെ ഒരു പരീക്ഷണമാണ്. അപ്പം
ഇബ്രാഹിം നബി രണ്ടും സെയിം ആയിട്ട് അബ്രഹാം ഇബ്രാഹിം ഒക്കെ നമ്മൾ മുസ്ലിങ്ങൾ ഇബ്രാഹിം എന്നാണ് വിളിക്കൽ അലൈഹിസ്സലാം. ഇപ്പം മുഹമ്മദ് നബി ആണെങ്കിൽ അവസാനം ആദര സൂചകമായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അതേസമയം മറ്റുള്ള നബിമാരെ അലൈഹിസ്സലാം എന്ന് പറയും. പിന്നെ സ്വഹാബിമാരെ റളിയല്ലാഹു അൻഹു എന്ന് ആദര സൂചകമായിട്ട് പറയും. അതാണ് ചില സമയത്ത് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, അറബിക്കിൽ എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ എഴുതും, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എസ് എന്ന് എഴുതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ആർന്ന് എഴുതും റളിയല്ലാഹു അൻഹു, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ അറക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിൽ വെക്കുന്ന സമയത്ത് അള്ളാഹു പറയും അതിന് പകരം ഒരു മൃഗത്തെ ബലി കൊടുക്കുക എന്ന് പറയും. അങ്ങനെ തുടങ്ങിയതാണ് എന്ത് ഈ ഒരു പിന്നെ ബലിപ്പെരുന്നാൾ. അങ്ങനെ രണ്ട് ആഘോഷങ്ങളെ ഇസ്ലാമിലുള്ളൂ. പിന്നെ വന്ന് ചിലപ്പോൾ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊന്നും പ്രവാചകൻ്റെ സമയത്തില്ലാത്തതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പ്രവാചകൻ്റെ സമയത്തില്ലാത്തൊരു സംഗതി നമ്മൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അത് ബിദ്അ, കൂട്ടിച്ചേർക്കലാണ്. അത് അനുവദനീയമല്ല. കാരണം പ്രവാചകന് ഒരു പ്രസംഗമുണ്ട്, മറന്നുപോയി, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ പേര് മറന്നുപോയി. ഞാൻ നിങ്ങൾക്ക് മതം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗമാണ്. അപ്പോൾ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ശേഷം പിന്നെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അത് പറ്റാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓക്കെ അങ്ങനെ. അപ്പം ഇവിടങ്ങളിൽ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ പള്ളിയെത്തും. ഞങ്ങൾ 2000-ഓളം ആൾക്കാരാണ് പള്ളിയിലുണ്ടായിരുന്നത്. അതായത് പള്ളി ഫുള്ളായിരുന്നു. ഓൾമോസ്റ്റ് ടൊറൻറ്റോയിലുള്ള ഏകദേശം പള്ളി ഫുള്ള് ആൾക്കാരായിരിക്കും. പിന്നെ 2 നേരമൊക്കെ നമസ്കാരം ഉണ്ടാവും. 2 നേരം എന്ന് പറഞ്ഞാൽ ഒന്ന് തിരക്കൊണ്ടായിരിക്കും. ഒന്ന് 7:30 ഉണ്ടായിരുന്നു, ചില പള്ളിയിൽ 7 മണിക്ക് ഉണ്ടാവും, ചില പള്ളിയിൽ 9 മണി 9:30, അങ്ങനെ 2 നേരങ്ങളിലാണുള്ള. ചില പള്ളിയിൽ അത് ചിലപ്പോൾ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം ഇന്ന് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട്, കാരണം ഇവിടങ്ങളിൽ പെരുന്നാൾ അവധിയൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ ഡേ ഓഫ് എന്നുള്ള സംഗതിയാണ്. ഓക്കെ ഗുഡ്. ഓക്കെ, ഡേ ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വർഷം 12 വർക്കിംഗ് ഡേ ആണ് കിട്ടുക. അപ്പോൾ അതിൽ ഈ പിന്നെ ഹോളിഡേ കൂട്ടാതെ കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പിന്നെ കഴിഞ്ഞ ഫെബ്രുവരിന് ഖത്തറിൽ അതുപോലെ നാട്ടിലൊക്കെ പോയി വന്നുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞല്ലോ. പിന്നെ എനിക്ക് 2 or 3 ലീവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അർജൻറ്റ് കേസിൽ എടുക്കുക എന്നുള്ള അല്ലാതെ ഇന്ന് പിന്നെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ വൈഫിൻ്റെ ഒരു കുടുംബമുണ്ട്. അപ്പോൾ അവരെ മകന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് നൈറ്റിൽ അവിടെ കൂടാൻ. അപ്പോൾ നൈറ്റിൽ പോവും വർക്ക് കഴിഞ്ഞിട്ട്. ഇപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങും. നമ്മളെ ഓഫീസ് അങ്ങനെ എന്താ പറയുക, സ്ട്രിക്റ്റ് ഒരു ഫ്ലെക്സിബിളാണ്. അങ്ങനെ വലിയ വിഷയങ്ങളും ഉണ്ടാവില്ല.
വിഷയങ്ങളൊന്നുമില്ല. ചില സമയത്ത് നമ്മൾ വർക്ക് അറ്റ് ഹോം ചെയ്യാം. അതിന് വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വർക്കൊക്കെ ഇരിക്കുമ്പോഴൊന്നും അതിനൊന്നും നമ്മൾ ഓവർ ടൈമൊന്നും പറയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫ്ലെക്സിബിളാണ്, ഫ്രണ്ട്ലിയാണ് ആൾക്കാർ. പിന്നെ ഞാൻ ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ലീവ് ആക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ വരാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാം, നേരത്തെ തന്നെ മീൻസ് 7:30 നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഓഫീസിൽ പോവാണ്. ഇനി ഫ്രണ്ട്സിൻ്റെ കൂടെ ശനിയാഴ്ച, ഞായറാഴ്ച, വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ കൂടുന്നുണ്ട്. വൈഫ് ഇപ്പം മോണിറ്ററിയല്ലാണല്ലോ, അപ്പോൾ ആ സമയം ബാച്ചിലർ ലൈഫ്. അവൾ ഈ മാസം അവസാനം വരും. അപ്പോൾ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാനിങ്ങനെ പോയ സമയത്ത് ഇവിടുന്ന് ഒരു മെഗാ ബസ്, അത് വീഡിയോ ഓൾറെഡി ഇട്ടാണ്, മെഗാ ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇനി തിരിച്ചു വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് പിന്നെ കാറ് ഒരു ദിവസത്തിന് റെൻ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്കൊരു 6 മണിക്കൂറുണ്ട്. അപ്പം ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു 11 മണിയാകുമ്പോൾ നൈറ്റിലെത്തും. പിന്നെ അവിടുന്ന് ഇങ്ങനെ സാധാരണ തിരിച്ചിട്ടാൽ മതിയില്ല. രാത്രിയാകുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ പക്ഷേ ഹൈവേത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 100 തന്നെ വിടണം വരിക. അപ്പോൾ ഞാൻ അങ്ങനെ കയറി ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ വീട്ടിൽ, കാരണം അത്രത്തോളം ശ്രദ്ധ ചെലുത്തേണ്ടതല്ലേ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ റിസ്ക് അല്ലേ. അപ്പം അങ്ങനെ അപ്പം പറഞ്ഞു വന്നത്, ഫ്രണ്ട്സായിട്ട് വെള്ളിയാഴ്ച വീട്ടിൽ കൂടും, ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കും. പിന്നെ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ വെള്ളിയാഴ്ച ഈവനിങ്. പിന്നെ ശനിയാഴ്ച പിന്നെ അതിലൊരു ഫ്രണ്ടിന് പിന്നെ വർക്കുണ്ട്, അപ്പോൾ അവൻ പോയി വൈകുന്നേരം തിരിച്ചെത്തും. ആ സമയം നമ്മളെന്ത് ചെയ്യും, ആ സമയം കഴിഞ്ഞിട്ട് നയാഗ്രാണ് പോകാൻ പ്ലാൻ ഇട്ടത്. കാരണം നയാഗ്ര വാട്ടർഫാൾ അറിയല്ലോ, ഒരു വിസ്മയം. അവിടെ ഇങ്ങനെ നോക്കിക്കുമ്പോൾ പ്രത്യേക ഫീലാട്ടോ വാട്ടർഫാളിൽ. എനിക്ക് എനിക്ക് നാച്ചുറൽ കാര്യങ്ങൾ മാത്രമാണ് ഇഷ്ടം. അതായത് മാൻ മെയ്ഡ് തീരസ്ഥല ഞാൻ അങ്ങനെ വിസിറ്റ് ചെയ്യില്ല. ഇപ്പം 2016 ദുബായി പോയപ്പോൾ ഞാൻ ബുർജ് ഖലീഫ ഒന്നും പോയിട്ടില്ല. കാരണം മനുഷ്യന്മാരുണ്ടാക്കിയ സംഗതികളോട് പൊതുവെ താല്പര്യമില്ല. അതൊക്കെ കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. കാരണം പ്രകൃതി ഭംഗി, നാട്ടിലൊക്കെ പ്രകൃതി മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഗൾഫിലാണെങ്കിൽ സമ്പാദിക്കാൻ കഴിയും, പക്ഷേ എന്തില്ല, ചൂട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും കുറ്റമല്ല കേട്ടോ. ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇത്. ഇപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇറങ്ങി നടക്കണം. കാരണം എന്താ പറയുക, കാരണം അല്ലെങ്കിൽ മേത്തറിച്ചാണ് വൈറ്റ് പാൻ്റ് ഇട്ടത്. വൈറ്റ് പാൻ്റായതുകൊണ്ട് ചളി തെറിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി എന്താ, ഓക്കെ നയാഗ്ര ഫാൾസ് വേറെന്ത് വരുന്നു പറഞ്ഞു നിർത്തിയത്, അതോടക്കട്ടെ. അപ്പം അങ്ങനെയാണ് സംഗതികൾ പോകുന്നത്. നയാഗ്ര ഫാൾസ് എന്തെങ്കിലും ശനിയാഴ്ച ഒന്ന് മാറ്റാൻ നോക്കട്ടെ. മീൻസ് നയാഗ്ര ഫാൾസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതല്ലേ. പിന്നെ ഒരു മറ്റേ പൗച്ച് വാങ്ങിട്ടോ വീണ്ടും. അപ്പോൾ മൊബൈൽ സുഖമായിട്ട് വെക്കാൻ പറ്റും, നോക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, തിരിച്ച് അതായത് ഓഫീസിൽ നിന്ന് സൈക്കിൾ അവിടെ വെച്ചിട്ട് തിരിച്ച് മെട്രോ കയറും.
തിരിച്ച് ഓക്കെ. തിരിച്ച് സബ്വേയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇറക്കി തരാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ബസ്സിന് കയറിയിട്ട് സബ്വേ സ്റ്റേഷനിൽ ഇറങ്ങും. നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, ഒരു പാലത്തുമ്മ കൂടെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവട്ടെ ബസ് സ്റ്റേഷനാണെന്നുള്ള. ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. അവിടെ നേരെ ബസ് കയറും, അല്ല ട്രെയിൻ കയറും. ഗോഡ് ട്രെയിൻ ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. പിന്നെ സൈക്കിളിലായതുകൊണ്ട് എപ്പോഴും ഫോർമലിട്ട് സൈക്കിൾ ഓട്ടില്ല, ക്യാഷ്വലായിട്ട് ഷൂസ് അവിടെ ഓഫീസിലെടുത്ത് വെച്ചാണ് അങ്ങനെയൊക്കെ. ഇതൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കണമല്ലോ. നമ്മളെ GoPro ഒക്കെ ഉള്ള വണ്ടി കഴുകണം, ബ്രേക്ക് റെഡിയാക്കണം. ഇതൊക്കെ ഉണ്ട് ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് ചെയ്യാം. നമ്മളിന്ന് കണ്ണട എടുക്കില്ല കേട്ടോ, സ്പെക്സ്, കൂളിംഗ് ഗ്ലാസ്. പിന്നെ എല്ലാം കൂടെ ബാഗിൽ കുറേ സാധനമുണ്ട്. ഒന്ന് അവിടെ കൊളീഗ്സിന് കൊടുക്കാൻ എന്തെങ്കിലും സ്വീറ്റ്സ്, പിന്നെ പിന്നെന്താ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ബുക്ക്. നല്ല രസമുണ്ട് കേട്ടോ അത്. ഞാൻ ഫോൺ വഴിക്കിട്ട് കാണിച്ചു തരാം. അത് നല്ല ഭംഗിയിലുള്ള ടോയ് ബുക്ക്. അതിൽ ടോയ് ഉണ്ടാവും, സ്റ്റോറി ഉണ്ടാവും. കൈൻഡ് ഓഫ് ടോയ് സ്റ്റോറി. എന്നല്ല പിന്നെ വരുമ്പോൾ കണ്ടൊരു സംഗതി ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയട്ടെ, നല്ലൊരു ആശയമായിട്ട് തോന്നി. നല്ല ഭംഗിയിലൊരു ബുക്ക്. പക്ഷേ കുറച്ച് വലിയ എമൗണ്ട് കൂടുതലായതുകൊണ്ട് അതിനെ വാങ്ങിയില്ല. അതിനുള്ളൊരു വർത്തില്ലല്ലോ. നല്ല രസമുണ്ട് അത്. അതിൽ എന്നാണ് നിങ്ങൾ പോകാൻ തീരുമാനിച്ചത്, എന്താണ് പ്ലാൻ, ഇങ്ങനെയുള്ള ഇത്ര 100 വിഷ്വസൊക്കെ എഴുതി വെക്കാൻ പറ്റും അതിൽ. ഈ സൈക്കിളിന് എത്രയാണെന്നറിയോ? $250 കേട്ടോ. 350 ആണ്, 250 ഓഫറിൽ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഡെയിലി ബസ്സിന് പോവുകയാണെങ്കിൽ $6 ചിലവാകും. അങ്ങനെ വരുമ്പോൾ ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാസം കൊണ്ട് ഈ ഒരു സൈക്കിളിൻ്റെ അത് മുതലായില്ലേ. പിന്നെന്താ, ടൈം ലാഭം. കാരണം ബസ്സിന് പോയാൽ 45 മിനിറ്റ് എടുക്കും. മറ്റൊന്നുമല്ല, 5 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഇവിടെ യൂഷ്വലി ബസ് പോലെ ഒന്നിങ്ങനെയും ഒന്നിങ്ങനെ ഈ ഡയറക്ഷനാണ്. അപ്പോൾ എൻ്റെ അങ്ങനെ ഒരു ഈ ഡയറക്ഷനാണ് ഓഫീസുള്ളത്. അതുകൊണ്ട് ഒരു ബസ് ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത ബസ് ഇങ്ങോട്ടേക്ക് കയറണം. അപ്പോൾ ബസ് വരാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ. ഇല്ലെങ്കിൽ കാറിനൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റിനൊക്കെ എത്തും. സൈക്കിളിൽ ഇങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഞാൻ 9:10 ഇറങ്ങി ഒരു 9 ഒരു അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും സൈക്കിളാണല്ലോ മുഖ്യം. പിന്നെ ഞാൻ മറ്റേ ഈ സൈക്കിള് ഉദ്ദേശിക്കുന്നുണ്ട്, എന്ത് ഇലക്ട്രിക് സൈക്കിൾ. പക്ഷേ ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വാങ്ങണില്ല, ഇത് കഴിഞ്ഞോട്ടെ. ഇവിടെ എന്താ എത്ര വണ്ടിയെന്ന് അറിയില്ല കേട്ടോ. കുറേ വണ്ടികളുണ്ട്. ഏത് ഓഫീസിൻ്റെ പാർക്കിങ്ങാണ് ഓഫീസ് പവറിലെ. നിങ്ങൾക്കറിയാം, മുമ്പ് ഖത്തറിലായിരുന്ന സമയത്ത് അങ്ങനെ ഫസ്റ്റ് പോയ സമയത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു.
അവർക്കൊരു അത് മുംതസേൽ അപ്പോൾ അവർക്കൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയതുകൊണ്ട് ഇഷ്യൂസൊക്കെ കൺസ്ട്രക്ഷൻ അല്ലേ, പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിമറിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഗതി നോക്കി വെച്ചിട്ടോ, ആ ഒരു ടൊറൻറ്റോ എന്ന് എഴുതിയൊരു സംഗതി ഇല്ലേ, വൈറ്റ് കളറ്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ തിരിമറിയും കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ അവർക്ക് എന്തോ ബ്ലോക്ക് ഉണ്ടായിരുന്നു വിസക്ക്. അങ്ങനെ ഞാൻ അവിടെ 3 മാസം വർക്ക് ചെയ്തു. പിന്നെ വിസ അപ്പോൾ റെഡി ആയിട്ട് അവർ അയച്ചിടാന്ന് പറഞ്ഞു. പിന്നെ അതൊരു 3 മാസമായിട്ട് ഡിലേ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ അങ്ങോട്ട് ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ അങ്ങനെ കോർണിഷിൽ പോയപ്പോൾ അവിടെ അങ്ങനെ കോർണിഷ് എടുത്തിട്ട് അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയാലോ എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയപ്പോൾ ജോലി അവിടെ കിട്ടിയത് അമേരിക്കൻ ട്രേഡ് എന്നാണ് കമ്പനി. അപ്പോൾ അതുപോലെ ഞാൻ അങ്ങനെ ചില നോക്കി വെച്ച് കഴിഞ്ഞാലേ പവർ ലൈന് നോക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ജോലിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെയാണ് കിട്ടണമെങ്കിലോ. കണ്ടിട്ട് കുറേ എംപ്ലോയീസ് ഉള്ള പോലെ ഉണ്ട് ഉള്ള നായി. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് 200ഓളം സ്റ്റാഫ് ഉണ്ട്. പക്ഷേ ഡേ കെയറും, അതായത് 16 ഡേ കെയർ, 4 സ്കൂളാണ്. അപ്പോൾ പക്ഷെ ഓരോരോ സ്ഥലത്തല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഓഫീസിന് താഴെ ഒരു ഡേ കെയർ ഉണ്ട്. അതിലെത്ര സ്റ്റാഫ് ഉള്ളതെന്നൊന്നും അറിയില്ല, ഒക്കെ പേറോളിൻ്റെ അടുത്ത് ഇൻഫർമേഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ ഹെഡ് ഓഫീസിൽ 6 അക്കൗണ്ട്സും 4 ഡയറക്ടേഴ്സും പിന്നെ അവരെ മക്കളും അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അഹങ്കാരം ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എമർജൻസി ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിടാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ ആ ഒരു സംഗതി അതെന്താ പറഞ്ഞാൽ വാട്ടർ ഇവിടെ പുഷ് ചെയ്യുന്നത്. ഇവിടെ ആണ് ഏറ്റവും ശുദ്ധജലം ഉള്ളതെന്നാണ് അറിഞ്ഞത്. ശുദ്ധജലം ഉള്ളതെന്ന്. അപ്പോൾ ഇവിടേക്കൊക്കെ എത്തിക്കാൻ ഇങ്ങനെ വാട്ടർ പമ്പ് ചെയ്യുമല്ലോ. ഇവിടെ എന്തോ ഒരു പണി നടത്തുന്നുണ്ട്, അപ്പോൾ അതിലൂടെ കയറാൻ പറ്റില്ല. അതിൻ്റെ സംഗതി അല്ല, വാട്ടർ ടാങ്ക് അല്ല. ആൾക്കാർ തെറ്റിയായിരിക്കില്ല, എപ്പോഴും വാട്ടർ ടാങ്ക് ആണല്ലേ. ഇവിടെ എന്ത് പണിയാന്ന് നോക്കാം. കൂഞ്ഞാലും മരം വെട്ടുക. ഇവിടെ മരം വെട്ടണമെങ്കിലൊക്കെ അനുമതിയൊക്കെ കാണാം. അത് നാട്ടിലങ്ങുണ്ടെന്നു ഉണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നും വീട്ടിലെ മരങ്ങൾ പോലെ വെട്ടാൻ പറ്റില്ല. നാട്ടിലും പെർമിഷൻ എടുക്കേണ്ടി ഇതുപോലെ ഉണ്ടോ അറിയില്ല. പക്ഷേ ഞാൻ മുമ്പ് കേട്ടിന് ഇല്ല, അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ കുറേ ഉണ്ടല്ലോ നാട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എത്താനായി. നമ്മളൊരു 5 മിനിറ്റിനുള്ളിൽ എത്തും. ഇത് നമ്മളെ ഒരു നോ ഫ്രിൽസിൻ്റെ പാർക്കിംഗ് ആണ്. ആ വാല്യൂ വില്ലേജ് എന്ന് എഴുതിയത് അവിടെ സെക്കൻഡ് ഹാൻഡ് ഐറ്റം ഉണ്ടാവും. എല്ലാം ഡ്രസ്സൊക്കെ പുതിയതാണെന്നുകൊണ്ട്
കോട്ട്, ബ്ലേസർ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കാം. അവർക്കൊരു $20 കൂപ്പൺ കൊടുക്കും. വെച്ചിട്ട് അവർക്ക് പർച്ചേസ് ചെയ്യാം. അവരെന്ത് റീസെല് ചെയ്യും. ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറയില്ലേ, പെട്ടെന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ തെഫ്റ്റ് സ്റ്റോർ എന്ന് പറയില്ലേ, ഞാൻ ഫസ്റ്റ് തെഫ്റ്റ് സ്റ്റോറാണോ എന്ന് വിചാരിച്ച്. കട്ടെടുത്ത സാധനങ്ങൾ വെക്കുന്നത് ഞാൻ ആലോചിക്കുക. കട്ടെടുത്ത സാധനം പിന്നെ എങ്ങനെ ഇവിടെ വെക്കൽ നോക്കാൻ. അത് ഓരോരോ സംഗതികൾ. ഇതുപോലെ പണ്ട് ഞാൻ വായിച്ചൊരു സംഗതിയാണ്, ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ ട്രാം ഇപ്പോഴും പരീക്ഷണ ഇതിലാണ് കേട്ടോ പോകുന്നത്, കണ്ടില്ലേ. പരീക്ഷണോട്ടാണ്. കുറേ വർഷമായി വന്നു തുടങ്ങിയിട്ട്, 1 വർഷത്തിന് മുകളിലായി ഇങ്ങനെ പരീക്ഷണോട്ടം ചെയ്യും. ഇതുവരെ പബ്ലിക്കിന് വേണ്ടി ഓണായിട്ടില്ല. ക്ലിയർ വിഷൻ കിട്ടും എന്തായാലും. കണ്ടില്ലേ, മെട്രോ ലിങ്ക്. നമ്മളെ ഓഫീസിൽ ഒരു 35 മിനിറ്റൊക്കെ ആട്ടോ സൈക്കിളിന്. മേഘങ്ങളൊക്കെ വളരെ ഇവിടെ സൂര്യനടുത്താണ് പൊതുവെ, അതുകൊണ്ട് എപ്പോഴും സൺക്രീം ധരിച്ച് പോകണമെന്ന് പറയും. ഈ കൈയൊക്കെ കുറേ കറുത്തത് ഇവിടെ വന്നതിന് ശേഷം എന്ന് ഞാൻ കരുതുന്നു. ഇത്ര കറുപ്പൊന്നും ഇല്ലായിരുന്നു. കറുപ്പിനെന്തായാലും കുഴപ്പം. ഇപ്പോൾ കറുപ്പിൻ്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സത്യഭാമ ഇവരൊക്കെ ഇങ്ങനെ ഓരോ വിവാദ വിഷയം എടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അവർക്കൊരു ഫെയിം കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞോ ഇതൊക്കെ ആയിരിക്കും. എന്നാലും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റാൻ അവർ ഉദ്ദേശിച്ചില്ലല്ലേ. ഏതോ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. എന്തായാലും യൂട്യൂബ് ചാനലല്ലേ, ആണ്ട് കയറി കൊളത്തും. എന്തായാലും ഇപ്പോഴും എയറിലാണെന്നാണ് തോന്നുന്നത്. ഇതൊരു ഡയറക്ടർ കാറാണ്. ജുവാൻ, ഫുൾ നെയിം പറയുന്നില്ല. ആ ടെസ്ല വേറെ ആളുതാണ്. അപ്പോൾ ശരിയെങ്കിൽ ഇന്ന് നൈറ്റ് അടുത്ത വീഡിയോ കാണാം, ഈവനിങ്. ഓക്കെ ബൈ. ഇവിടെ നമ്മൾ സൈക്കിൾ വെക്കുക. അത് നമ്മൾ പുറത്ത് വെച്ച ഫസ്റ്റ് ദിവസം പുറത്ത് വെച്ച സമയത്ത് ഡയറക്ടറിനെ പുറത്ത് വെക്കണ്ട, കള്ളം കട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആർക്കറിയാം, അവർ പറയുന്നതല്ലേ, ഇവിടുത്തെ ആൾക്കാരല്ലേ, അവർക്ക് വിശ്വസിക്കുക തന്നെ. പിന്നെ ഇവിടെ വെച്ചോളാൻ പറഞ്ഞു, അവിടെ വെച്ചു. പക്ഷേ എമർജൻസി എക്സിറ്റ് ആണത്. അപ്പോൾ എത്രത്തോളം നല്ലതാണെന്ന് അറിയില്ല. എന്തായാലും ബൈ. അപ്പോൾ നമ്മൾ എത്തിയ ടൈം എത്ര മണിക്കാണ്? 9:45, 9:10 ആയപ്പോൾ ഇറങ്ങിയത് അവിടെ നിന്ന്. ഓക്കെ ബൈ. ഇന്ന് മഴ ദിവസമാണ്.
പതിനൊന്ന് ഏപ്രിൽ മഴ ആയതുകൊണ്ട് ബസ്സിന് പോകാമെന്ന് വിചാരിക്കുന്നു. ബസ് എപ്പോഴാണ് വരിക നോക്കട്ടെ. 10 മിനിറ്റ് കൂടുമ്പോൾ വരും. ഹലോ, ഹലോ ഹലോ അമീൻ, മലയാളിയല്ലേ? ആണ്. ഓക്കെ, ഞാനായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചക്ക്, പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഓക്കെ, പിന്നെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ പിന്നെ സ്കാർബ്രോയിലുള്ള ഇതറിയില്ല, ഞാൻ അഡ്രസ്സ് വേണമെങ്കിൽ അയച്ചുതരാം. കനേഡിയൻ ടയറേ, അതിൻ്റെ അവിടെ നിന്ന് മോൺട്രിയലിലേക്ക് പോകണം ഈവനിങ്. നെക്സ്റ്റ് മീൻസ് അന്ന് പുലർച്ചെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടൊക്കെ തിരിച്ചു വരും വേണം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ അല്ല, പിന്നെ അവിടുന്ന് പിന്നെ വൈഫിനെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പം പിന്നെ 2 പെട്ടിയുണ്ട്, അപ്പോൾ അത് പിക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോൾ അയച്ചു തരാം. 10 മിനിറ്റ്. നിയാസ്. ഓക്കെ അമ്മ, അതെ. ഓക്കെ ശരി, താങ്ക് യു. നമുക്ക് നടക്കാം മഴ കൊണ്ടിട്ട്. എന്താ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ. നടന്നാലും മഴ കൊള്ളും, നടന്നാലും മഴ കൊള്ളും. അയ്യോ, വണ്ടി നോ സർവീസാണോ? എൻ്റെ അഡ്രസ്സ് ഒന്ന് അയച്ചോണ്ടാ. അവിടുത്തെ അഡ്രസ്സ്. ഓക്കെ, ഞാൻ നോക്കി അയച്ചോളാം. അല്ലെങ്കിൽ ലൊക്കേഷൻ അയച്ചാൽ മതി എനിക്ക്. ഓക്കെ, ശരി. ഹലോ, ഇല്ലല്ലോ. ഹലോ, അതുകൊണ്ട് മഴ ഇനി പോയി.
ഇത് പൊന്ന് കിടാവേ, ഒന്ന് കോപ്പിയാവ്, കളിപ്പിക്കല്ലേ. ഇത് മോൺട്രിയൽ അഡ്രസ്സാണ്. പോകുന്നത് ഈ പോയിന്റിൽ നിന്ന് പോയിട്ട് പിന്നെ അവിടെ മോൺട്രിയൽ എത്തിയിട്ട് അവിടുന്ന് ജസ്റ്റ് 2 ബാഗ് എടുക്കും, പിന്നെ ട്രോളി ബാഗ്, എന്നിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് എത്തും.
ഞാൻ ഇവിടുന്ന് കാറ് റെൻറ്റിനെടുത്തിട്ട് ഡ്രൈവ് ചെയ്ത് പോവാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നിങ്ങൾ ട്രക്കിൻ്റെ പൈസ അയച്ച പോലെ അല്ല ഞാൻ ഞാൻ കാറ് ഇവിടുന്ന് ഡെയിലി റെൻ്റ് ഉണ്ടല്ലോ. ഡെയിലി 2 ഓപ്ഷനാണ്. ഒന്ന് മെഗാ ബസ്സിൽ പോയി വരിക, രണ്ടാമത്തത് ഞാൻ പിന്നെ കാറ് 24 hours എടുത്തിട്ട് പിന്നെ ഡ്രൈവ് ചെയ്ത് പോയി തിരിച്ച് വരിക. അതുകൊണ്ട് എല്ലാ ഒരു ടെക്നിക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. സോറി. അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആവില്ല. കുറച്ച് നമ്മൾ പറഞ്ഞിട്ട് വലിയ ഇതാവണ്ടല്ലോ. പ്രശ്നമില്ല, ഞാൻ വേറെ നോക്കാം.
അയാളെ $540 ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ. ഊബർ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും പ്രൈസ്. ഒരു $250 പറഞ്ഞാൽ അതിലൊരു മാന്യത ഉണ്ട്. $540. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ. ഞാൻ ഇന്നലെ എങ്ങോട്ട് പോയി മോൺട്രിയാലിന് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് കേട്ടോ. അത് പിന്നെ നോർമലാണെങ്കിൽ ഒരു അരമണിക്കൂർ, കാറിലാണെങ്കിൽ 45 അരമണിക്കൂർ മതി. മിൽട്ടൺ ഭാഗത്തേക്ക് പോയി അവിടെ ഡിന്നർ കഴിച്ചു. അവിടെ റിലേറ്റീവ്സ് ഉണ്ട്, ഇൻലോ റിലേറ്റീവ്സ്. ഓക്കെ, എന്നിട്ട് തിരിച്ചവർ കൊണ്ടുവന്നാക്കി. അപ്പോൾ ഞാൻ ഇന്നലെ പോയ സമയത്ത് എടുത്ത ബസ് ഓപ്പോസിറ്റായി പോയി. അങ്ങനെ വെറുതെ 1 മണിക്കൂർ വെറുതെ ഡിലേ ആയിപ്പോയി. സാറില്ല, എന്തായാലും അവിടെ എത്തി. അങ്ങനെ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഓക്കെ അങ്ങനെ. പിന്നെ രാവിലെ ഞാൻ സൈക്കിൾ ഉണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പോഴേ പിന്നെ ഓർമ്മ വന്നത് സൈക്കിൾ ഇല്ല എന്നുള്ള. അപ്പോൾ പിന്നെ ടാക്സി വിളിച്ച് പോരേണ്ടി വന്നു. പിന്നെ ഉച്ചക്ക് ഒരു വെജ് ബിരിയാണി വാങ്ങി. പിന്നെ കാരണം ആകെ മൊത്തം ടോട്ടൽ ലേറ്റ് ആയല്ലോ. അത് പ്രയോഗം കേട്ടോ. ആകെ മൊത്തം ടോട്ടൽ നമ്മളെ കെമിസ്ട്രി സാറുണ്ട്, റിയാസ് സാർ, അന്ന് സ്കൂളിൽ പഠിപ്പിച്ച മുപ്പര് പറയില്ല. വേറെ സാർ അറിയില്ല, ഇഷ്ക് മുഹബത്ത് ലവ് പ്യാർ, അത് വേറെ സാർ പറയുന്നത്. അതൊക്കെ എന്തായാലും അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ലേറ്റായി. അപ്പോൾ അതാ ചെയ്തത്. കണ്ടോ, മന്ത്രിമാരെ കണ്ടുപിടിച്ചോളി. മെയിൻ്റനൻസ് ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിലോ. വേണമെങ്കിൽ പോയാൽ മതി, അതിലൂടെ കൂടെ ചാടി പോയിക്കോളാം. വെറുതെ ഇങ്ങോട്ടേക്കൊന്ന് ക്യാഷ് കളയണ്ടല്ലോ. ഇതൊക്കെ കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതിയില്ല. കണ്ടോ, ഇവിടെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച്, ഇതൊന്നും തനിയുണ്ടാവുന്നതല്ല, അവർ വെച്ച് പിടിപ്പിക്കേണ്ട സംഗതിയാണ്. ഇതൊക്കെ നാട് ഒരു പ്രദേശങ്ങളിൽ കൊണ്ടുവന്നാലേ ഇത്ര ഭംഗിയുള്ളതാവും. ഫസ്റ്റ് ഒരു ഗ്രാമം പരീക്ഷണാടിസ്ഥാനത്തിൽ, ഒരു പഞ്ചായത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുക. അത് പിന്നെ എക്സ്പാൻഡ് ചെയ്യുക. പുല്ലിലൊക്കെ എന്തെങ്കിലും സബ്സിഡി കൊടുക്കുക. അതൊരു ആഡംബര വസ്തു ആക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ എല്ലാം ഭംഗിയുണ്ടാവും. യങ് ഡ്രൈവേഴ്സ്
ഞാൻ ഇന്നലെ വന്നപ്പോൾ നല്ലൊരു USB ചാർജർ അവിടെ വെച്ച് മറന്നും തോന്നുന്നു. ഞാൻ ബാഗിൽ നെട്ട് എങ്ങനെ പുറത്ത് ചാടിയെന്ന് ആർക്കറിയാം. അല്ലെങ്കിൽ ചിലപ്പം വീട്ടിലുണ്ടാവണം. രാത്രി ജ്യൂസ് അടിച്ച് കുടിക്കുക. പിന്നെ വെജിറ്റബിൾ ബിരിയാണിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്, അതും എടുക്കുക. പിന്നെ നാളെ മുതൽ ഞാൻ ടിഫിന് സർവീസ് ആക്കുന്നു. ഒരു മാസം അല്ല, അത് ആഴ്ചയോറും പേയ്മെൻറ്റ് കൊടുക്കുന്ന ടൈപ്പാണ്. നാളെ മുതൽ അങ്ങനെ ഇതാക്കാം. എന്താണെന്ന് അറിയണമല്ലോ, എന്താണെന്ന് നോക്കാം. $10 ഫുഡിന് വരൽ. കുറച്ച് ചോറ്, 5 ചപ്പാത്തി, 2 കറി, ഇതായിരിക്കും ഫുഡ് ഉണ്ടാവും. ഏഴ് മണിയായോ? ഗോ ട്രെയിനിൽ പോകുമ്പോൾ പിന്നെ ഓൾറെഡി ഉണ്ട്, ഗോ ട്രെയിനിൽ അടിച്ചാൽ കാണാം ഗോ ട്രെയിനിൽ പോണ യാത്രകൾ. അപ്പോൾ ഗോ ട്രെയിൻ ഇരുട്ടായിപ്പോയി. 7:47 അവിടെ കയറിയപ്പോൾ അവിടെ 5 സ്റ്റോപ്പ് ഉള്ളിരുന്ന്. അതുകൊണ്ട് പ്രത്യേക ക്യാമറ വെച്ചിട്ടൊരു കാര്യമില്ല, പുറത്തെ കാഴ്ചകൾ കാണൂല. ഇതാണ് കെന്നഡി സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഗോ ട്രെയിനും ഉണ്ട്. ഇന്നലത്തെ ട്രാവൽ എത്ര ആയി നോക്കട്ടെ. കാരണം കയറുമ്പോഴും ടാപ്പ് ചെയ്യണം, ഇറങ്ങുമ്പോഴും ടാപ്പ് ചെയ്യണം. ഇറങ്ങുമ്പോൾ ഞാൻ ടാപ്പ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അവർ ഫുൾ ചാർജ് എടുക്കും. അവന് 540 പറഞ്ഞിട്ടിപ്പോൾ 380 ആക്കണം. ഓക്കെ ആവണ്ട, ഞാൻ വേറെ കണ്ടോളാം. അത്ര മല മറിക്കുന്ന സംഗതിയൊന്നുമല്ല. മാനേജ് करता हूँ. ഓക്കെ, റഹീമിൻ്റെ മോചനം സ്നേഹത്തിൻ്റെ ഒപ്പം കേരള സ്റ്റോറി രചിക്കുന്ന ബോച്ചയ്ക്ക് നമ്മൾ 18 വർഷം ചെമ്മണ്ണു നൽകാൻ വേണ്ടി കിടപ്പട്ടെ. പൈസ കൊടുക്കില്ല അല്ലേ? കുറഞ്ഞ ദിവസം കൊണ്ട് 22 കോടി ഓരോ സെക്കൻഡിലാകാരമേ. 34 കോടി 70 കഴിഞ്ഞ ആ മാതാവിന് 3 ദിവസം മാത്രം ഇനിയും സംഭാവനകൾ ചെയ്യും. ഞാൻ ഇത് ബോച്ച പൈസ കൊടുത്തു 8 കോടികളെ. ഒരു കോടിയെങ്കിലും കൊടുക്കേണ്ടി വരും. ആദ്യം പിന്നെ ഈ കെട്ടി ഇവിടെ തന്നെ ഇരുന്ന് കയറേണ്ട സ്ഥലം നമുക്ക്. അപ്പോൾ അവർ
ആ ദൂരത്തേക്കാക്കിയാണ്. 24 കോടിയിലെ കുറഞ്ഞ കാലയളവിലേക്ക് കണ്ട് വരിക. ആൾക്കാരൊരു എന്ത് ഇതിലെ 24 കോടി ഒക്കെ സമാഹരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും പൗരപ്രമുഖർ ആ കുടുംബത്തെ വിളിച്ചിട്ട് കുറച്ചൊന്ന് കുറയ്ക്കാൻ പറഞ്ഞു നോക്കിക്കൂടെ? 24 കോടി. നമ്മളൊരു 5 കോടിയെങ്കിലും ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും 5 കോടിയൊന്നും കാര്യപ്പോൾ 10 കോടിയെങ്കിലും ഉണ്ടാവണം അല്ലേ? ഡോൺ കമ്മ്യൂണിറ്റി റിക്രിയേഷൻ സെന്റർ. ഇതിൻ്റെ പേരെന്താ ഇടുക? ആ മഴയത്ത് അങ്ങനെ എന്തെങ്കിലും ഇടാം അല്ലേ? ഇതിലൂടെ ഇത് ഡയമണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ വെച്ചോ ബൈക്ക് 7 മുതൽ 10 മണി വരെ അതിലൂടെ പോകാൻ പറ്റുള്ളൂ. എന്താ ഒന്നും മനസ്സിലാവണില്ല. ബൈക്ക് കാർ ഇതൊക്കെ പോകാന്നോ എന്തെങ്കിലും ആട്ടെ, നമുക്കിപ്പോൾ ആവശ്യമില്ലല്ലോ. അത് ഇവിടുത്തെ കണ്ടോ സിഗ്നൽ സിസ്റ്റം? ഇത് കാറ്റടിച്ച് അങ്ങനെ വളഞ്ഞ് പിന്നെ നേരാവണ സംഗതിയാണ്, കണ്ടില്ലേ? കാരണം ചില സമയത്ത് ഭയങ്കര കാറ്റ് വരുമല്ലോ. നല്ല പോയാൽ ബ്രേക്ക് അടിക്കുമ്പോൾ സ്കിഡാകാതെ നിൽക്കാം. അതൊരു നല്ലൊരു ഡ്രൈവറാണ്. കാരണം നിർത്തി തന്നിട്ടില്ലേ. വേറെ ഈ അറബികളൊക്കെ ആണെങ്കിലേ, അറബി എന്ന് പറഞ്ഞാൽ നമ്മളെ സിറിയൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ എടുത്തു പോകും. ശ്രീലങ്കൻ ഇന്ത്യൻ ആണെങ്കിൽ എടുത്തു പോകും, മലയാളി ആണെങ്കിൽ എടുത്തു പോകും. പക്ഷെ അവൾ നിർത്തി. അതാണ് മര്യാദ, അതാണ് ഇവിടെ പാലിക്കേണ്ടത്. മൊത്തം വൈറ്റ് അടിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുക, ജ്യൂസ് അടിക്കുക. സെറ്റല്ലേ? വേറെന്തെങ്കിലും ചെയ്യണോ? ബ്ലാക്ക് ബെൽറ്റ് മാർഷൽ ആർട്സ് നല്ല ഇവിടെയുള്ള കുട്ടികളെ ഒക്കെ പോകണുണ്ടല്ലേ. ഇവിടെയൊക്കെയുള്ള പെൺകുട്ടികളൊക്കെ പലതും ബ്ലാക്ക് ബെൽറ്റൊക്കെ മീൻസ് കരാട്ടൊക്കെ പഠിച്ച കുട്ടികളാണ്. നാട്ടിലാ സിസ്റ്റം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടുത്തെ അത് മുസ്ലിം കുട്ടികൾ കേട്ടോ.
രണ്ടെണ്ണം കൊടുക്കാനൊക്കെ പറ്റുന്ന കുട്ടികളാണ്. കാരണം അവിടെ ചിലപ്പോൾ അത്യാവശ്യമായിരിക്കും. ആംബുലൻസ് വരുന്നു. ഫയർഫോഴ്സാണ്. അങ്ങോട്ടേക്ക് പോകണം, ഇങ്ങോട്ടേക്കല്ല. പെട്ടെന്ന് പോകുന്നുള്ളതാണ് കാണിച്ചത് സംഗതി. പക്ഷെ നമ്മളെ ലൈറ്റ് ഓൺ ആണല്ലോ, പിന്നെ മഴയായോണ്ട് ഓടാനൊരു മൂഡില്ല. They can't figure it out, give plumb line. Oh, nice. നല്ല ക്യാപ്ഷനാണല്ലോ. റിസോൾവ് ഇറ്റ് ഓൾ, ജസ്റ്റ് ഓൺ. കണ്ടറിയാം, വർക്ക് കൊടുത്താൽ ഇത് വണ്ടിയാ, രസമുള്ളൊരു വണ്ടിയല്ലോ ഇത്. ഔഡിയാണ്, ഔഡി. അത് പറയുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇതില്ലേ, നമ്മൾ ഓടി എന്നല്ലേ പറയുക, ഓടി, ഔഡി, ഔഡി. തണുപ്പുണ്ട് കേട്ടോ. ഏതായാലും നമ്മളൊരു കുറച്ച് മിനിറ്റിനുള്ളിൽ കണ്ടോ, അതൊക്കെ മോശം ഡ്രൈവറാണ്, കയറ്റി നിർത്തിയത്. അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അത് മോശം ഡ്രൈവർ. നമ്മൾ പെട്ടെന്ന് എടുത്തപ്പോൾ പെട്ടെന്ന് പോയി വന്നു. അവൻ വിചാരിക്കണം നമ്മളവനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടാവുന്നു. നമ്മൾ കാറെടുക്കുമ്പോൾ പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആണ് കേട്ടോ. മിഡ്ലാൻഡ് വരുന്നു. ഇത് മഴ ചെയ്തുകൊണ്ട് കുറെ ക്ലീനായിട്ടുണ്ടാവുമല്ലോ ചാളി. എന്താ ഹോസ്പിറ്റൽ സെന്റ് കത്തോലിക്ക അക്കാദമി സ്കൂളാണ്. എവിടൊക്കെ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള. സർക്കാരിൻ്റെ സ്ഥലം സർക്കാർ നോക്കണം, നമ്മുടെ സ്ഥലം നമ്മൾ നോക്കണം. അതാണ് ഇവിടുത്തെ റൂള്. ഇപ്പം ഇങ്ങോട്ടേക്ക് ചിലപ്പം ചാടും. നമ്മൾ അധികം മഴ കൊള്ളാതെ എത്തി. കുറച്ചൊക്കെ മഴ കൊള്ളണം, എന്നാലല്ലേ നമുക്ക് പ്രതിരോധം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താവും, ഏതെങ്കിലും ടഫ് സിറ്റുവേഷൻ വന്നാലും പെട്ടെന്ന് പനി വരും. അങ്ങനത്തൊക്കെ കൊള്ളണോ? ഇപ്പോൾ നമ്മൾ ചേരിയിലെ കുട്ടികൾ, അപ്പോൾ ഈ നജീബിൻ്റെ കഥയിൽ തന്നെ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയണ്ട, അവന് പനി വന്നാൽ മഴ നനഞ്ഞ ഉടനെ പനി വരുന്ന ആളാണല്ലോ നാട്ടിൽ നിന്ന്. എന്നിട്ട് ആ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടപ്പോൾ അവിടെ ഒന്നും വന്നിട്ട് ഒരു പ്രശ്നവും പറ്റിയില്ല. ഒക്കെയാണ് മഴയെത്തും മുമ്പേ. ആ നല്ല പേരാ.
മഴയെത്തും മുമ്പ്. നമ്മൾ ഇവിടെ എത്തിയില്ല. ഞാനിപ്പോഴാ ഒരു സിംഗറെ കേട്ട ഡെപ്സി അവൻ പാടിയ പാട്ടാണ് മറ്റേ ഇതിലൊക്കെ ഉള്ളത്. എന്തില് മണിയറ കിടക്കണ ഇതല്ല, പാട്ട് പാടാറില്ല. ഓക്കെ, അപ്പോൾ അതിൽ നൈക്കിൻ്റെ ഷൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്താ ചുഗും അതിലൊരു ശരിയുണ്ട്. ഹലോ. ഞാൻ വെറുതെ എവിടാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. അവിടെ എത്തണ്ടേ, അപ്പൊ ചോദിച്ചതാ. അത് ഞാൻ വരാം, കാറിൽ വരാം. ഇല്ല, ഒരു $200. ബസ്സിൽ എങ്ങനെയാന്ന് പറഞ്ഞാല് $210 ഏകദേശം വരൂലേ. ഞാൻ പറഞ്ഞുതരാം. അതായത് ബസ് എല്ലാ സമയത്തും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം ചിലപ്പം ഒരു ദിവസം ലീവ് ആക്കേണ്ടി വരും. അപ്പോൾ അവിടെ വെറുതെ ഒരു ദിവസം സാലറി വെറുതെ പോകണം. ഇതുണ്ട് മറ്റെന്താ ഡേ ഓഫ് ഉണ്ടെങ്കിലും വെറുതെ അനാവശ്യമായിട്ട് എടുക്കണ്ടല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എടി ബസ് ഏത് ടൈമിനാണ് ഉണ്ടാവല്? എത്ര മണിക്ക്? ആര്? അതെന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് കയറി എത്തണ്ടേ? ഞാൻ അത് എന്തെങ്കിലും രീതി സെറ്റ് ചെയ്യാം. ഇല്ല, ഓക്കെ. എൻ്റെ എന്താ ഉള്ളേ? ഐഫോൺ ഉണ്ടോ? വേണ്ട, എനിക്കറിയില്ല എങ്ങനെ വരികയെന്ന് അറിയില്ലല്ലോ. ആ സമയമാകുമ്പോഴല്ലേ അതപ്പം നോക്കാം. കാരണം ഏത് ടൈപ്പ് കാറാ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ചെറുതാണെങ്കിൽ എല്ലാം കൂടെ കുത്തിക്കയറ്റാൻ കഴിയൂല. മനസ്സിലായോ? ഒരു പണിയില്ല, ഞാൻ ഒഴിവോളാം. യെസ്, കാരണം ഐഫോൺ വാങ്ങിയിട്ടല്ലേ വരിക. ഇല്ലേ? വേണ്ട. പിന്നെ ഇന്നലെ ടർക്കി ഉണ്ടായിരുന്നു, ടർക്കി കോഴി. മൊത്തം ആരും ഇല്ലായിരുന്നല്ലേ. അമ്മ പിന്നെ സബത്ത വേറെ ഫാമിലി എത്ര ഉള്ളായിരുന്നു. വേറെ പിന്നെ മറ്റേ ആ ഒരു ഫാമിലി ഇല്ലേ, പിന്നെ ആ ഒരു കുട്ടിയും ഒക്കെ വരുന്ന അവർ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ആരും പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. ഫാമിലികൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ഫാമിലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതില്? ആരെ? ഇല്ല. അതെനിക്ക് വിഷമമുണ്ടേ. എല്ലാം ആരെ കാരണത്താലാണ്? താത്ത കണക്ട് ചെയ്തത് ആരാണ്? ആ കോണ്ടാക്ട് എവിടുന്ന കിട്ടിയത്?
സഫിയത്തെ എന്നാ എനിക്ക് ഓർമ്മയില്ല. അല്ലല്ലല്ല എനിക്ക് ഓർമ്മയില്ല, നോക്കണം പിന്നെ. അതങ്ങനെ അന്താശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല വട്ടോ പെരിയോനെ. നീ പരിചയപ്പെടുത്തിയോ? അങ്ങനൊന്നും ഉണ്ടായില്ല.